നമ്മളിപ്പോൾ വന്നിരിക്കുന്ന നേര്യമംഗലമാണ് എത്തിയിട്ടുള്ളൂ. നമ്മൾ നവോദയ സ്കൂളിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നവോദയയുടെ ഫ്രണ്ടിൽ ഒരു എൻട്രൻസിലേക്കൊക്കെ ഒന്ന് കയറി. ഇനി നമുക്കൊന്ന് കയറി കാണാം. ഗുഡ് മോർണിംഗ്. ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളായതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂർ പെർമിഷൻ ഉണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിയോട് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ അസംബ്ലിക്ക് പോകാനായിട്ട് പരേഡായിട്ടാണ് അതാണ് കാണുന്നത്. ഗേൾസ് ഫസ്റ്റ്, പിന്നെ ബോയ്സ്. ഇതാണ് വോളിബോൾ. ഇതാണ് ഞങ്ങളുടെ വോളിബോൾ ഗ്രൗണ്ടുകൾ. കുറച്ച് നാൾ ഇവിടെയൊക്കെ കളിച്ച് എൻ്റെ കുറേ ഓർമ്മകൾ ചുറ്റിക്കറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ നേര്യമംഗലം. അപ്പം ഞങ്ങൾ മൂന്നാറിലേക്കുള്ള ഓൺ ദി വേയിൽ നവോദയ സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. പഴയ നെസ്റ്റൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും മൂന്നാറിലേക്ക് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഓക്കെ, മൂന്നാറിലേക്ക് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. നേര്യമംഗലത്ത് നിന്ന് വരുമ്പോൾ ഉള്ളൊരു പഴയ പാലത്തിൻ്റെ വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇടുക്കിയിലേക്ക് വരുന്ന ഏറ്റവും പഴക്കം ചെന്ന ഒരു ബ്രിഡ്ജാണിത്, നേര്യമംഗലം ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും, നല്ല തിരക്കാണ്. നമുക്ക് മാറ്റി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. കുറച്ച് ഫ്രണ്ട് അതേ സ്ഥലമുള്ളൂ, ഫ്രണ്ടിൽ വെച്ച് പാർക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ തട്ടിപ്പറിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ചീയപ്പാറയിലേക്ക് എത്തി. ചീയപ്പാറ വാട്ടർഫാൾസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. വാ,
ഇവിടെ നമുക്ക് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന കളിപ്പാട്ടങ്ങളും മറ്റു ഐറ്റങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് നല്ല തിരക്കാണ്. ഇന്ന് പ്രത്യേകിച്ച് സീസൺ ആരംഭിച്ച സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അവിടെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുക. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഫോട്ടോ ഒക്കെ എടുക്കാം. ജോസഫും പിന്നെ ഇതും അടിപൊളി അടിപൊളി 2 ഫോട്ടോ നമ്മൾ എടുത്തു. അതിന് എത്രയാ? ശരി, അപ്പോൾ നമ്മൾ എല്ലാവരും സ്റ്റിൽ ഫോട്ടോ നമ്മൾ എടുക്കാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ ഫോട്ടോ എടുക്കാനായിട്ട് ആളുകളുണ്ട്. ആ അപ്പോൾ ചീയപ്പാറ വാട്ടർഫാളിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഏകദേശം ഒരു 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കാഴ്ചകൾ മാത്രമാണ് ഇവിടെ ചീയപ്പാറയിലുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ സൈഡ് ഡിഷുകൾ വേണമെങ്കിൽ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മേടിച്ച് കയ്യിൽ വെച്ചാൽ പിന്നെ ഇപ്പം കഴിക്കണമെന്നില്ല, പിന്നെ കഴിച്ചാലും മതി. ഇപ്പം തന്നെ എടുത്ത് കഴിക്കണമെന്നില്ല. ചീയപ്പാറ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് ഇന്ന് കഴിക്കുന്നത് വളരെ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ. ഇപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ചെറിയ വീഡിയോസാണ് നമ്മളിവിടെ കാണിക്കുന്നത്.
അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് തന്നെ പോവാം. വളരെ വാട്ടർഫാളാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇടയ്ക്ക് വെച്ച് റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ്. നമ്മൾ കയറിയിരിക്കുന്നത് പാമ്പയാട് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ്. എന്താ നമുക്ക് കഴിക്കേണ്ടത്? പിള്ളേർക്ക് മസാല ദോശ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഓർഡർ കൊടുക്കുന്ന മസാല ദോശയില്ല. ചൂടുണ്ടോ? അത്ര ചൂടൊന്നുമില്ല. പക്ഷേ എന്നാലും മുട്ട റോസ്റ്റ് നല്ല ചൂടനാണ് വരുന്നത്. അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് സമയം ഇരിക്കേണ്ടി വന്നു. നല്ല പീക്ക് ടൈമാണ്. അത് കാരണം കൊണ്ട് തിരക്കായത് കാരണം കൊണ്ട് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാമയാട് എന്നൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പവും എഗ് റോസ്റ്റും കഴിച്ചു. ഓർഡർ എടുക്കാൻ എത്ര സമയം എടുത്തു? 1 മണിക്കൂറോ? ഞങ്ങൾ അരമണിക്കൂർ കൂടുതൽ അവിടെ ഇരിക്കേണ്ടി വന്നു. കുഴപ്പമൊന്നുമില്ല. നല്ല പീക്ക് ടൈം ആയതുകൊണ്ട് വൈകിയതാണ്. പക്ഷേ ഫുഡ് അത്ര ഹോട്ടെന്ന് പറയാമെന്ന് മാത്രമില്ല. പക്ഷേ വരുന്ന വഴിക്ക് കയറാനൊക്കെ നല്ലൊരു ഹോട്ടലാണ്. നല്ല ആംബിയൻസ് ഒക്കെയാണ്. പാർക്കിങ്ങിനൊക്കെ വളരെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ റിഫ്രഷ് ആവാനുള്ള ഒരു സൗകര്യവും കൂടി അവിടെ ഉണ്ട്. അതൊക്കെ കാരണം കൊണ്ട് ആളുകൾ ധാരാളം ഇവിടെ വന്ന് കയറുന്നുണ്ട്. മൂന്നാർ ടൗണിലേക്ക് എത്താറായി. അപ്പോൾ നമ്മളങ്ങനെ മൂന്നാറിലേക്ക് എത്തി. ടൗണിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റോസ് ഗാർഡൻ അടുത്തുള്ള പമ്പിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ ട്രിപ്പിൾ ടീയുടെ ഒരു കഫറ്റേരിയ ഉണ്ട്. അവിടെ നമുക്ക് വെറൈറ്റി ചായകൾ കിട്ടും. ഐസ് ടീ, അതുപോലെ തന്നെ ഗ്രീൻ ടീ, പല ഫ്ലേവറുള്ള കാർഡമൺ ടീ, അങ്ങനെ പലതും കിട്ടും. പല ടീ ടേസ്റ്റ് നമുക്കവിടെ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ മേടിക്കാനുള്ള കൗണ്ടർ അവിടെ ഉണ്ട്. ഞങ്ങൾ ഓരോ ചായ കുടിക്കാനായിട്ട് അങ്ങോട്ട് തന്നെ കയറാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ടീ റീറ്റെയിലായിട്ട് മേടിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എല്ലാ ടീ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഫ്ലേവർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാറിലെത്തി. നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് റോസ് ഗാർഡനിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ റോസ് ഗാർഡനിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.